ബംഗ്ലാദേശിൽ ന്യൂനപക്ഷ സമുദായ അംഗങ്ങൾക്ക് നേരെയോ അവരുടെ ആരാധനാലയങ്ങൾക്ക് നേരെയോ അവരുടെ കച്ചവട സ്ഥാപനങ്ങൾക്ക് നേരെയോ അക്രമം നടത്തിയ ഒറ്റ ഒരുത്തിനെയും വെറുതെ വിടില്ല എന്ന് അവിടുത്തെ മുഖ്യ ഉപദേഷ്ടാവായിരിക്കുന്ന നൊബേൽ സമ്മാന ജേതാവ് കൂടിയായ മുഹമ്മദ് യൂനിസ് സാഹിബ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം കേട്ടിട്ട് എൻ്റെ ഈ തലയിലെ രോമം വരെ ഇങ്ങനെ കുത്തിനെഴുന്നേറ്റു. കാരണം ഇത്ര ഗംഭീരമായൊരു പ്രസ്താവന നടത്താൻ, ഇത്ര വലിയൊരു പ്രഖ്യാപനം നടത്താൻ യൂനിസ് സാഹിബിന് മാത്രമേ സാധിക്കൂ. അദ്ദേഹത്തിന് അത്ര അധികം അധികാരമുണ്ട്. പുള്ളിയുടെ അധികാരം എന്ന് വെച്ചാൽ അപരിമിതമായ അധികാരമാണ്. പുള്ളി പറഞ്ഞേ കേട്ടാൽ അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികളും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ആരാധകരും എല്ലാവരും മൂത്രമൊഴിക്കും. എന്നാൽ കൽപ്പന കല്ലേ പിളർക്കും എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിലാണ്. അദ്ദേഹത്തെ ആ കസേരയിൽ ഇരുത്തിയിട്ടുള്ളത് ജമാഅത്തെ ഇസ്ലാമിക്കാരാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ജമാഅത്തെ ഇസ്ലാമി പോലെ ഇത്രയും പുരോഗമന വീക്ഷണമുള്ള മതസൗഹാർദ്ദത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന വേറൊരു സംഘടന സത്യം പറഞ്ഞാൽ തെക്കിഴക്ക് ഏഷ്യയിൽ നിന്നല്ല, ലോകത്ത് തന്നെയില്ല. അവരുടെ പ്രവൃത്തിയും പ്രസംഗവും തമ്മിൽ പറയത്തക്ക ബന്ധമൊന്നും ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഏതൊരു ജമാഅത്തെ ഇസ്ലാമിക്കാരോട് ചോദിച്ചാൽ അവൻ മതേതരത്വത്തെക്കുറിച്ച് എത്ര നേരം വേണമെങ്കിൽ പ്രസംഗിക്കും. അവൻ്റെ സംസാരത്തിലുള്ള ആത്മാർത്ഥത പ്രവൃത്തിയിലോ ആ പെരുമാറ്റത്തിലോ ഒരിക്കലും ഉണ്ടാകുകയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ബംഗ്ലാദേശിലെ സ്ഥിതി ഇത് തന്നെയാണ്. നമ്മുടെ മൗദൂദി ചാനലിൽ അടുപ്പൂട്ടി ചർച്ച നടത്തുന്നത് ദാവൂദ് സാഹിബ് പറഞ്ഞത് ശരിയാണെങ്കിൽ ബംഗ്ലാദേശിൽ ന്യൂനപക്ഷക്കാർക്ക് പരമസുഖമാണ്. 48 ജില്ലകളിലായിട്ട് അവർ 272 ആരാധനാലയങ്ങൾ മാത്രമേ തകർത്തിട്ടുള്ളൂ. പിന്നെ വീടുകളും കുറേയൊക്കെ തകർത്തിട്ടുണ്ട്. ചില ആൾക്കാരെ കൊല്ലുകയും ചെയ്തിട്ടുണ്ട്. ദോഷം പറയുന്നത് ഹിന്ദുക്കളെ മാത്രമല്ല, ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുന്നുണ്ട്. ബുദ്ധമതക്കാരെയും കിട്ടുന്നിടത്ത് വെച്ച് കാച്ചുന്നുണ്ട്. അത് അവിടെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ അടുപ്പൂട്ടി ചർച്ചയിൽ പറയുന്നത് രണ്ട് കൂട്ടർക്ക് മാത്രമേ ഈ കാര്യത്തിൽ എന്തെങ്കിലും വിയോജിപ്പുള്ളൂ. ഒന്ന് ഇന്ത്യയിലെ സംഘപരിവാറുകാർക്കാണ്, മറ്റേത് ഇവിടുത്തെ CPMകാർക്കാണ്. ബാക്കി എല്ലാവരും ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന വലിയ സുഖ സൗകര്യങ്ങളിൽ വളരെ തൃപ്തരാണ്. ന്യൂനപക്ഷങ്ങൾക്ക് സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല, അത്ര ഭയങ്കര ഉല്ലാസമാണ്. ഇത് തന്നെയാണ് മാധ്യമവും പത്രവും പറയുന്നത്. ന്യൂനപക്ഷങ്ങളെ ചൊല്ലി ആശങ്ക പ്രചരിപ്പിക്കുന്നത് തെറ്റാണ് എന്ന് പറയും. പക്ഷേ ഇത് UN ഹെഡ്ക്വാർട്ടേഴ്സിലിരിക്കുന്ന ആൾക്കാർക്ക് ബോധ്യപ്പെട്ടില്ല. UN പറയുന്നത് ഹിന്ദുക്കൾക്കെതിരായ അക്രമം ഉടനെ നിർത്തണം എന്നാണ്. ഹിന്ദുക്കൾക്കെതിരെ അക്രമം ഉണ്ടെങ്കിലേ നിർത്താൻ പറ്റുള്ളൂ. യഥാർത്ഥത്തിൽ അക്രമമേ ഇല്ല. ഭയങ്കര സന്തോഷമാണ്, ഉല്ലാസം സഹിക്കാൻ വയ്യാതെ ഹിന്ദുക്കളവിടെ ലാത്തിരി പൂത്തിരി കമ്പിത്തിരി മേടിച്ച് കത്തിക്കുകയാണ്. ലോകത്ത് ന്യൂനപക്ഷങ്ങൾ പീഡനം അനുഭവിക്കുന്ന ഒരേ ഒരു സ്ഥലമുള്ളൂ, അത് ഫലസ്തീനാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ ഗസയാണ്. ഗസയിലെ കാര്യങ്ങൾ വളരെ മോശമാണ്. പക്ഷേ പാകിസ്ഥാനിലെ കാര്യങ്ങൾ വളരെ ജോറാണ്. ബംഗ്ലാദേശിലെ കാര്യങ്ങൾ പരമസന്തോഷമാണ്. ഇത് പറയുമ്പോൾ നമ്മളെല്ലാം പറയണ്ടേ, ഈ വേൾഡ് ട്രേഡ് സെൻറ്റർ വിമാനം ഇടിച്ച് തകർത്ത സംഭവം പറയുമ്പോൾ അത് യഹൂദന്മാരാണ് ചെയ്തത് എന്ന് വാദിക്കുന്നവരാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ. പ്രത്യേകിച്ച് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിൻ്റെ വലിയ പ്രബന്ധം തന്നെയുണ്ട്. അതിന് കാരക്കുന്ന് തിസിസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. കാരക്കുന്ന് ആദ്യം തൊട്ട് ഇന്ന ദിവസം വരെ പറയുന്നത് ഈ യഹൂദന്മാർ ആ പ്ലെയിൻ വാടകയ്ക്കെടുത്ത് വേൾഡ് ട്രേഡ് സെൻറ്റർ ഇടിച്ച് തകർക്കുകയും പെൻറ്റഗണിൻ്റെയും വൈറ്റ് ഹൗസിൻ്റെ നേരെ ആക്രമണം നടത്തുകയും ചെയ്തു എന്നുള്ളതാണ്. അതുപോലെ ബോംബെയിൽ പാകിസ്ഥാൻകാർ വന്ന് തീവ്രവാദി ആക്രമണം നടത്തിയില്ല. 10 പേര് മെഷീൻ ഗണ്ണുമായിട്ട് വന്ന് കണ്ണി കണ്ടവരൊക്കെ വെടിവെച്ച് കൊന്നു. ട്രൈഡൻറ്റ് ഹോട്ടൽ ആക്രമിച്ചു. അതിൻ്റെ പുറകെ താജ് ഹോട്ടൽ ആക്രമിച്ചു. കുറേ അധികം ആൾക്കാരെ കൊന്നു. ആ കൊന്നവരിൽ ഹിന്ദുക്കളും ഉണ്ടായിരുന്നു, മുസ്ലിങ്ങളും ഉണ്ടായിരുന്നു, ക്രിസ്ത്യാനികളും ഉണ്ടായിരുന്നു, സിഖുകാരും ഉണ്ടായിരുന്നു, ജൂതന്മാർ വരെ ഉണ്ടായിരുന്നു. ആ ആക്രമണം ആരാ നടത്തിയത്? പിറ്റേ ദിവസം മാധ്യമം പേപ്പർ സംശയമുള്ളൊരു വാണെങ്കിൽ വായിച്ചു നോക്കും. മുംബൈ ആക്രമണത്തിൽ ദുരൂഹത എന്നാണ്. RSSകാർ കാക്കി കളസം മാറ്റിയിട്ടിട്ട് വന്ന് നടത്തിയ ആക്രമണമായിരുന്നു മുംബൈയിൽ നടന്നതെന്നാണ് അവരുടെ തിയറി. അപ്പോൾ അവർ നോക്കുമ്പോൾ ഇതിനകത്ത് യാതൊരു ദുരൂഹതയും ഇല്ല. കാരണം ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾ വളരെ സന്തോഷമായിട്ട് പാട്ടൊക്കെ പാടി ഭജനയുമായിട്ട് നടക്കുകയാണ്. അവർക്ക് ഭയങ്കര സന്തോഷമാണ്. മാത്രമല്ല അർപ്പിത സാഹ എന്ന് പറഞ്ഞ ഒരു ധീര വനിത ബംഗ്ലാദേശി ഹിന്ദുക്കളെ ഇന്ത്യൻ ഹിന്ദുക്കളിൽ നിന്ന് രക്ഷിക്കണം എന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇവരെവിടത്തുകാരിയാണ്, ഏതെങ്കിലും മൗദൂദിയുടെ തുല്യനാമമാണെന്ന് നമുക്കറിയില്ല, അതിനും സാധ്യതയുണ്ട്. അപ്പോൾ ഏതായാലും ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് പരമസുഖമാണെന്ന് മനസ്സിലായി. അപ്പോൾ പിന്നെ സാഹിബ് എന്തിനാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഈ ഹിന്ദുക്കൾക്കെതിരെ അക്രമം നടത്തി അവർ വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് ഹിന്ദുക്കളെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞിട്ടുണ്ട്, ഹിന്ദുക്കളെ ആരും ഉപദ്രവിക്കുന്ന പ്രശ്നമില്ല, ആരെങ്കിലും ഉപദ്രവിച്ചാൽ അവനൊന്നും വെറുതെ വിടില്ല. ഇതിൽ പ്രസക്തമായിട്ടുള്ള കാര്യം വെറുതെ വിടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഹിന്ദുക്കൾക്കെതിരായിട്ട് അക്രമം നടത്തുന്നവരെ, ആരാധനാലയങ്ങൾ തകർക്കുന്നവരെ, അതല്ലെങ്കിൽ അവരുടെ കച്ചവട സ്ഥാപനങ്ങൾ തീവച്ച് നശിപ്പിക്കുന്നവരെ,
അവരുടെ വസ്തുവകൾ കൊള്ളടിക്കുന്നവരെ, അവരുടെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നവരെ, അവരെ കൊല്ലുന്നവരെ എന്തു ചെയ്യും? അവരെ വെറുതെ വിടില്ല. അവർക്ക് സർക്കാരിൽ നിന്ന് എന്തെങ്കിലും സഹായധനം കൂടി കൊടുക്കും, അവർക്ക് സ്കോളർഷിപ്പ് കൊടുക്കും. അല്ലെങ്കിൽ ഇരുമേലയിൽ ഇതുപോലുള്ള ഗുണ്ടായുസം നടത്താനായിട്ട് കൂടുതൽ പരിശീലനം കിട്ടാനായിട്ട് പാകിസ്ഥാനിൽ വിടും. പാകിസ്ഥാനിൽ വിട്ട് കൂടുതൽ പരിശീലനം കിട്ടി ഇവിടെ വന്നിട്ട് കൂടുതൽ ആൾക്കാരെ ദ്രോഹിക്കാനായിട്ട് അവരെ ചട്ടം കെട്ടിവിടും. അതാണ് ഈ വെറുതെ വിടില്ല എന്ന് പറഞ്ഞത്. വെറുതെ വിടുന്ന പ്രശ്നമില്ല. അവർക്ക് സമ്മാനം കൊടുക്കും, അവർക്ക് കീർത്തി മുദ്രകൾ കൊടുക്കും. അവരെ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ആ ജയിക്കുന്ന സ്ഥാനാർത്ഥിയുടെ പകുതി വോട്ട് കിട്ടിയാൽ ഇവർ ജയിച്ചായിട്ട് പ്രഖ്യാപിക്കാൻ പ്രത്യേക നിയമനിർമ്മാണം ഉണ്ടാക്കും. അതാണ് സാഹിബ് പറഞ്ഞത്, ഈ അക്രമം നടത്തുന്നവരെ എന്ത് ചെയ്യില്ല, വെറുതെ വിടില്ല. മനസ്സിലായോ? ഇതിന് ബുദ്ധി വേണം, ബുദ്ധി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.